OET എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടിപ്സാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. OET എക്സാംസ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് റെക്കോർഡിങ്സിൻ്റെ ബേസിലാണ് നമുക്കറിയാം. സോ എക്സാം ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേഷ്യൽ അല്ലെങ്കിൽ ഹാൻഡ് എക്സ്പ്രഷൻസ് ഒന്നും തന്നെ അതിൽ റെക്കോർഡ് ആവില്ല. പേഷ്യൻ്റ് സംസാരിക്കുന്ന സമയത്ത് ഐ സി, ഓക്കെ ഇതുപോലെയുള്ള വെർബൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ റെക്കോർഡിംഗ് കേൾക്കുന്ന ഒരാൾക്ക് നമ്മൾ വളരെ അറ്റൻറ്റീവ് ആണെന്ന് മനസ്സിലാവും. OET സ്പീക്കിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ട്യൂട്ടേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഉച്ചത്തിൽ സംസാരിക്കാൻ. പക്ഷേ ഒരുപാട് ഉച്ചത്തിൽ സംസാരിച്ചാൽ അത് വളരെ റൂഡായിട്ട് കേൾക്കുന്ന ആൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. നമ്മൾ റഷ് ചെയ്യുന്നതായിട്ടും തോന്നും. സോ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ടോൺ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി ലാംഗ്വേജ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഒരു കോൺസ്റ്റൻറ്റ് ഐ കോൺടാക്ട് കീപ്പ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അൺനെസസറി മൂവ്മെൻറ്റ്സ് ഒഴിവാക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, അവോയ്ഡ് തിങ്സ് ലൈക്ക് സഡൻ മൂവ്മെൻറ്റ്സ്, ടച്ചിങ് യുവർ ഫേസ് ഓർ ലിപ്സ് ഓർ സ്ക്രാച്ചിങ് യുവർ ഹെഡ്. സോ ഇനി നിങ്ങൾ OET സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കണം. കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ നിങ്ങളുടെ മാർക്കിനെ എഫക്റ്റ് ചെയ്യുന്ന വളരെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ടിപ്സിനായി പ്ലീസ് ഫോളോ ടിജീസ് അക്കാഡമി. ഉറപ്പാണ് വിജയം.